ഹായ് ഹലോ എവരിവൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ 28 ഡേയ്സ് ഓഫ് മാജിക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസിന്റെ ഫോർത്ത് ഡേ ആണിത്. അപ്പം ഞാൻ വിചാരിക്കുന്ന ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ സക്സസ്ഫുള്ളി നമ്മുടെ ലാസ്റ്റ് ഡേയ്സിൽ പറഞ്ഞ പ്രാക്ടീസ് ഒക്കെ അതേപോലെ ചെയ്തിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ തന്നെ ഒരുപാട് പേര് അവർക്കുള്ള റിസൾട്ട് ഷെയർ ചെയ്യാൻ തുടങ്ങി. ഒരു 3 ഡേയ്സിൽ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇതുവരെ ലൈഫിൽ ഇല്ലാത്ത കുഞ്ഞിതും വലുതായ പല കാര്യങ്ങളും അവർ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇത് ചെയ്യുന്ന എല്ലാവർക്കും ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു ചെറിയ പേപ്പറോ അല്ലെങ്കിൽ ഒരു കാർഡോ എന്തെങ്കിലും കയ്യിൽ വെക്കണം എന്നുള്ളത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഫോർത്ത് ഡേ ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇന്നലെ നമ്മൾ മാജിക്കൽ റിലേഷൻഷിപ്സിന് വേണ്ടിയിട്ടാണ് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തത് അല്ലെ. ഇന്ന് നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എനിക്കറിയാം നമ്മള് മെജോറിറ്റി ആൾക്കാർക്കും എസ്പെഷ്യലി ഒരു 45 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ബോഡി പെയിൻസ് ആണ്. അവിടെ വേദന ഇവിടെ വേദന ഫുള്ള് പെയിൻ ആണ് അല്ലെ. ഇല്ലാത്ത അസുഖങ്ങളില്ല, ഒരുപാട് മരുന്ന് വരെ കഴിക്കേണ്ടി വരുന്നുണ്ട്. എത്ര കാണിച്ചിട്ടും കുറയുന്നില്ല. ആക്ച്വലി നമുക്കൊരു വേദന വരുമ്പോൾ നമ്മുടെ ബോഡീനെ മീൻസ് താങ്ക്ഫുൾ ആയിട്ടിരിക്കുമോ അതോ ബോഡിയെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുമോ? ആലോചിക്കെ, നശിച്ച തലവേദന കാരണം എനിക്ക് തല പൊക്കാൻ പറ്റുന്നില്ല, നശിച്ച കാലുവേദന കാരണം എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, ഈ നടുവേദന ഒന്ന് കുറഞ്ഞു വരുന്നില്ല, എന്ത് പണ്ടാരാണത്. നമ്മൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞിരിക്കും അല്ലെ. ആക്ച്വലി നമ്മൾ നമ്മുടെ ബോഡീനെ ഇങ്ങനെ പഴിച്ചുകൊണ്ടും കുറ്റപ്പെടുത്തിക്കൊണ്ടും ഒക്കെ ഇരിക്കുകയാണ്. അപ്പൊ അത് വീണ്ടും വീണ്ടും ആ ഒരു അവസ്ഥ തന്നെ ക്രിയേറ്റ് ചെയ്ത് തന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാലുവേദന ഉണ്ടാകാം, പക്ഷെ ബാക്കി എല്ലാ ഭാഗങ്ങളും നിങ്ങളുടെ ഓക്കെയാണ്. മനസ്സിലാവുണ്ടോ? നിങ്ങളുടെ ശരീരം ആ ഒരു കാലുവേദന ചോദിച്ചാൽ നിങ്ങൾ ഹെൽത്തി ആണെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ അസുഖമുണ്ട്. ഉം. അതിലും ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷെ നമുക്കൊരു വേദനയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, അത് നമുക്ക് ശരിയാണ്, നമുക്ക് വേദന വരുമ്പോൾ സഹിക്കാൻ പറ്റാണ്ടാവുമ്പോൾ നമ്മൾ സ്വയം ഇങ്ങനെ പറഞ്ഞു. എസ്പെഷ്യലി മരുന്ന് കഴിച്ച് മടുക്കുന്ന ഒരു അവസ്ഥയിൽ പറഞ്ഞാലും ആർക്കും ആരും മനസ്സിലാവുന്നില്ല, നമ്മുടെ വേദന ആരും കെയർ ചെയ്യില്ല എന്ന് വരുമ്പോൾ നമുക്ക് നല്ല ദേഷ്യവും സങ്കടവും വിഷമവും ഒക്കെ വരും. നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മുടെ ബോഡിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മള് രാവിലെ എണീറ്റ് വൈകുന്നേരം വരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ കൈ, കാല്, കണ്ണ്, മൂക്ക് തുടങ്ങിയ എല്ലാ ഭാഗങ്ങളും നമ്മളെ ഒരുപാട് കാര്യത്തിൽ സഹായിക്കുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും ഇതിന് നന്ദി പറയാറുണ്ടോ? ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കാറുണ്ടോ? അപ്പൊ അത് ഉറപ്പായിട്ടും ചെയ്യണം. ശാരീരികമായിട്ട് ഒരുപാട് അസുഖങ്ങളുള്ള ആൾക്കാര് ഇത് പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ മനസ്സിലാവും അവരുടെ ബോഡിയിൽ റിസൾട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. പിന്നെ നിങ്ങൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഒരു കാർഡോ അല്ലെങ്കിൽ ഒരു ചെറിയ പേപ്പർ എടുക്കുക. അതിൽ ഞാൻ പറയുന്ന എന്താണോ അത് എക്സാക്ട്ലി അങ്ങനെ എഴുതി വെക്കുക. ഓക്കെ. അപ്പൊ ഇംഗ്ലീഷും മലയാളത്തിലും ഞാൻ പറഞ്ഞുതരാം. ഇംഗ്ലീഷ് പ്രിഫർ ചെയ്യുന്നവർക്ക് അങ്ങനെ, മലയാളത്തിൽ എഴുതേണ്ടവർക്ക് അങ്ങനെ എഴുതാം. എന്താ എഴുതേണ്ടതെന്ന് വെച്ചാൽ അത് ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞുതരാം. ദ ഗിഫ്റ്റ് ഓഫ് ഹെൽത്ത് ഇസ് കീപ്പിംഗ് മീ അലൈവ്. ദ ഗിഫ്റ്റ് ഓഫ് ഹെൽത്ത് ഇസ് കീപ്പിംഗ് മീ അലൈവ്. ഇനി മലയാളത്തിൽ എനിക്ക് എഴുതുന്ന ഇങ്ങനെ ഫ്രെയിം ചെയ്യാം. ആരോഗ്യം എന്ന ഈ ഗിഫ്റ്റ് അല്ലെങ്കിൽ സമ്മാനം ആണ് എന്നെ ഞാനായി നിലനിർത്തുന്നത്. ആരോഗ്യം എന്ന ഈ ഒരു സമ്മാനം അല്ലെങ്കിൽ ഗിഫ്റ്റ് ആണ് എന്നെ ഞാനായി നിലനിർത്തുന്നത്. ഇത് നിങ്ങൾ ഈ പേപ്പറിലേക്ക് എഴുതണം. ഈ പേപ്പറിൽ എഴുതി വെച്ചിട്ട്, അത് വലിയ ഷീറ്റാണ്ട് ചെറിയ പീസ് ആയിരുന്നു, ഒരു കാർഡൊക്കെ പോലെ കുഞ്ഞാക്കിയിട്ട് അതിൽ നിങ്ങൾ എഴുതി വെക്കണം. എഴുതി വെച്ചിട്ട് ഇത് 4 വട്ടം വായിക്കണം. ഓരോ വട്ടം വായിച്ചു കഴിഞ്ഞാലും സേ താങ്ക് യു, താങ്ക് യു, താങ്ക് യു. എന്നിട്ട് നിങ്ങൾ കാണുന്ന എവിടെയെങ്കിലും നിങ്ങൾക്ക് ഇത് കീപ്പ് ചെയ്യാം. ഓക്കെ. നിങ്ങൾ എപ്പോഴും സ്ഥിരമായിട്ട് കാണുന്ന സ്ഥലം, ഇരിക്കുന്ന സ്ഥലം എവിടെയാണ് അവിടെ കൊണ്ടുവെക്കാം. ഇടയ്ക്ക് നിങ്ങൾക്ക് എടുത്ത് റീഡ് ചെയ്യാം. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇതിന്റെ കൂടെ നമ്മൾ ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. ഓക്കെ, ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നു. നമ്മൾ ഫുഡ് വാരിയാണ് കഴിക്കുന്നെങ്കിൽ നമ്മുടെ കൈ ഉള്ളതുകൊണ്ടാണ് നമുക്കത് കഴിക്കാൻ പറ്റുന്നത്. അപ്പൊ അതിന് സേ ഗ്രാറ്റിറ്റ്യൂഡ്, അതിനാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്. എന്റെ കൈയുണ്ട്, മനസ്സിൽ വിചാരിച്ചാൽ മതി, ഉറക്കെ ഇങ്ങനെ പറയണം എന്നില്ല. മനസ്സിൽ എന്റെ കൈക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്, താങ്ക് യു. നമ്മൾ നടന്നു പോകുന്നുണ്ട്, ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, അപ്പൊ നമ്മുടെ കാലുകൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം എഗെയിൻ ലിഫ്റ്റ് ചെയ്യുന്നു, പൊക്കി എടുക്കുന്നുണ്ട്, നമ്മുടെ കൈ വേണം, അതിന് പറയാം. നമ്മൾ കഴിക്കുമ്പോൾ ടേസ്റ്റ് അറിയുന്നുണ്ട് അല്ലെ, ടേസ്റ്റ് അറിയുന്നുണ്ട്, അപ്പൊ അതിന് പറയാം. നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റുന്നുണ്ട്, കണ്ണിന് കാഴ്ചയുണ്ട്, നമുക്ക് കണ്ണുണ്ട്, അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. അങ്ങനെ നമ്മുടെ ബോഡിയിൽ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഓക്കെ. ഇതൊരു ശീലമാക്കി മാറ്റുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുറച്ച് ലേറ്റ് ആയി. അപ്പൊ എനിക്ക് എത്തേണ്ട സമയത്ത് ഇവിടെ ക്ലിനിക്കിൽ എത്താൻ പറ്റില്ല. അപ്പൊ ഞാൻ അതിന്റെ കുറച്ച് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, എന്റെ ഗ്രാറ്റിറ്റ്യൂഡ് റോക്ക് എന്റെ കയ്യിലുണ്ട്, ഞാൻ അതെടുത്തു. വരുന്ന വഴിയൊക്കെ വണ്ടിയിൽ നിന്നുണ്ട് കൈ പിടിച്ചിട്ട് ഞാനിങ്ങനെ ഓരോന്നിനും, കാണുന്ന ഓരോന്നിനും ഗ്രാറ്റിറ്റ്യൂഡ് അറിയാൻ തുടങ്ങി. ഞാൻ ട്രാവൽ ചെയ്യുന്ന വണ്ടിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തുടങ്ങി. പിന്നെ എന്റെ മോൾ എന്റെ കൂടെ ഉണ്ട്, അപ്പൊ അവള് വളരെ സേഫ് ആയിട്ടാണ്, അവൾക്കും എന്റെ ഹസ്ബൻഡിനും അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തുടങ്ങി. ട്രാവൽ ചെയ്യുന്ന റോഡിന് ഗ്രാറ്റിറ്റ്യൂഡ് അറിയാൻ തുടങ്ങി. അങ്ങനെ സേഫ് ആയിട്ട് നമ്മൾ പോകുന്നത് അതിന് ഗ്രാറ്റിറ്റ്യൂഡ് അറിയാൻ തുടങ്ങി. അങ്ങനെ ഓരോന്നിനും ഗ്രാറ്റിറ്റ്യൂഡ് അറിയാൻ തുടങ്ങി. ലൈക്ക് ഒരു 10 to 15 മിനിറ്റ്സ് ഞാൻ ഇവിടെ എത്തും. പക്ഷെ അതിന്റെ ഉള്ളിൽ ആ ഒരു മൈൻഡ് ഫുൾ അങ്ങോട്ട് ചേഞ്ച് ആയെന്നുള്ളതാണ്. എനിക്ക് ഡേ വളരെ പോസിറ്റീവ് ആയിട്ട് അഗെയിൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പൊ ഈ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് അറിയാം, ഈ മാജിക് റോക്ക്
പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് അറിയാം. ജസ്റ്റ് ഇപ്പൊ നിങ്ങൾ ആ റോക്ക് അത് ഡെയിലി ചെയ്യുന്നുണ്ട്, 2 ദിവസം ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിങ്ങനെ എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഇമ്മീഡിയറ്റ് ഷിഫ്റ്റ് നിങ്ങളുടെ മൂഡിലും നിങ്ങളുടെ ഇമോഷൻസിലും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇനി ഹെൽത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ഈ ചലഞ്ചിൽ ഇന്നത്തെ 5th ഡേ ചെയ്യുന്നത്. എന്താ 4th ഡേ ചെയ്യുന്നത്. യെസ്, 4th ഡേ കേട്ടോ, 5th അല്ല, 4th ഡേ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഇത് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ട്. ക്യാൻസേഴ്സ് പോലുള്ള പല അസുഖങ്ങളും ക്യൂർ ചെയ്ത ഒരുപാട് കഥകളൊക്കെ കേട്ടിട്ടുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് വെച്ചിട്ട്. ഒത്തിരി അല്ലാത്ത അസുഖങ്ങളും പലർക്കും ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഡെയിലി പ്രാക്ടീസ് ആണ് കൺസിസ്റ്റൻസി. 1, 2, 3 ദിവസം അല്ല, കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു കാര്യം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അതിന്റെ അത്രയും ഇമ്പാക്റ്റ് റിസൾട്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾ ഇന്ന് ഈ പ്രാക്ടീസ് ആണ് ചെയ്യേണ്ടത്. യെസ്, ഇനി നാളത്തേക്കുള്ള കാര്യം നമ്മൾ ഇന്ന് തന്നെ പറയാറുണ്ട് അല്ലേ. നാളെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നത്. എന്താണെന്നറിയോ? പൈസയ്ക്ക് വേണ്ടിയിട്ട്, മാജിക്കൽ മണിക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പൊ നിങ്ങൾ എന്താ കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ, ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ വേണം? ഏതെങ്കിലും ഒരു നോട്ട്, ലൈക്ക് അത് നിങ്ങൾ ഏത് കൺട്രിയിലാണോ ജീവിക്കുന്നത് അവിടുത്തെ ഒരു നോട്ട്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ 10 രൂപയോ 50 രൂപയോ എത്രയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് ആ നോട്ട് വേണം. പിന്നെ ഇതേപോലെ സ്റ്റിക്കി നോട്ട്സ് ഉണ്ടല്ലോ, നമ്മൾ ഈ ടാസ്ക് ഒക്കെ എഴുതുമ്പോൾ സ്റ്റിക്കി നോട്ട്സ്, അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു കഷ്ണം ഇത്രയുള്ള കുഞ്ഞു പേപ്പർ, ഒരു ചെറിയ ഷേപ്പിലൊരു പേപ്പർ കട്ട് ചെയ്തിട്ട് കയ്യിൽ പിടിച്ചാലും മതി. ഈ 2 സാധനങ്ങൾ വേണം നാളത്തെ 5th ഡേ ചലഞ്ചിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ചെയ്യാം. നിങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് 10 ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്തുകൊണ്ട്, ഡേ എൻഡ് ചെയ്യുന്നത് നമ്മുടെ എന്റെ ഗ്രാറ്റിറ്റ്യൂഡ് റോക്ക് കൂടി ഇരിപ്പുണ്ട്. ഓക്കെ, നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് റോക്ക് പിടിച്ചിട്ട് ഫ്രം സ്റ്റാർട്ടിങ് ടു എൻഡ് ആ ഒരു ഡേയിൽ വൈകിട്ട് വരെ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതൊക്കെ ഇങ്ങനെ റീകളക്ട് ചെയ്തിട്ട് മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റിൽ അതിൽ നിങ്ങൾ ലിവ് ചെയ്യാം, മൈൻഡ്ഫുൾ ആയിട്ടിരിക്കുക. സേ താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ആൻഡ് വാക്കിംഗ് ടോക്കിംഗ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അതായത് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഫുഡ് കഴിക്കുമ്പോൾ ഫുഡിന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. നിങ്ങൾക്ക് ആരെങ്കിലും ഹെൽപ്പ് ചെയ്തതിനും ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഇതൊരു ശീലമാക്കി മാറ്റാം. യെസ്, അപ്പൊ എല്ലാവരുടെ ലൈഫിലും മാജിക്കൽ ആയിട്ടുള്ള റിസൾട്ട്സുകളും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത്ര നേരം എന്നെ കണ്ടുകൊണ്ടിരുന്നതിന്, എന്നെ കേട്ടുകൊണ്ടിരുന്നത്, ക്ഷമയോടുകൂടെ ഞാൻ പറയുന്നതൊക്കെ ശ്രദ്ധിച്ചിരുന്നതിന് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ യു ആൾ. ഓക്കെ, അപ്പൊ നമുക്ക് നാളത്തെ ചലഞ്ചിൽ കാണാം. ബൈ.